നമസ്കാരം. 24 റൗണ്ടപ്പ് ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനിയെ വിലക്കിയ സംഭവത്തിൽ സ്കൂളിന് വീഴ്ചയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥിനിക്ക് ഹിജാബ് ധരിച്ച് തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം. ഹിജാബിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നാളെ 11 മണിക്ക് മുൻപായി സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പലിനും മാനേജർക്കും വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഇടപെടലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? നാളെ തന്നെ റിപ്പോർട്ട് വേണമെന്നാണോ മന്ത്രി അറിയിച്ചിരിക്കുന്നത്? തീർച്ചയായും കർശനമായ ഒരു നടപടി, അതും വേഗത്തിൽ തന്നെ എടുത്തിരിക്കുന്നു. ഇന്നലെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുന്നത്. അപ്പോൾ തന്നെ എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് വിഷയത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് തേടാമെന്നുള്ള ഉറപ്പ് മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള വിശദമായ വിവരങ്ങൾ സർക്കാരിനെ അറിയിക്കാൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് പ്രകാരമാണ് സ്കൂളിന് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥി ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ എത്തിയപ്പോൾ ആ വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ നിന്ന് കയറ്റാതെ ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ വിദ്യാഭ്യാസ അവകാശങ്ങളുടെ ലംഘനമാണ് സ്കൂളിൽ നടന്നതെന്നും കുട്ടികൾക്കും കുട്ടിയുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിഷമം ഉണ്ടായി എന്നും കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ നാളെ 11 മണിക്ക് മുൻപ് ഈ കുടുംബത്തിനും കുട്ടിക്കുമുണ്ടായ മനോവിഷമം അത് പറഞ്ഞ് തീർപ്പാക്കി സ്കൂൾ അധികൃതർ വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകണം. അതുകൂടാതെ കുട്ടിക്ക് വരും ദിവസങ്ങളിൽ ഹിജാബ് ധരിച്ച് തന്നെ സ്കൂളിലെത്താം. അതിൽ എന്ത് കളർ ഹിജാബ്, അത് യൂണിഫോമുമായി ചേർന്ന് ഏതെങ്കിലും കളർ അങ്ങനെ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അത് നിർദ്ദേശിക്കാനുള്ള അവകാശം മാത്രമേ സ്കൂൾ അധികൃതർക്കുള്ളൂ. ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറയാൻ സ്കൂൾ അധികൃതർക്ക് അവകാശമില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ കളറിൽ മാറ്റം വരുത്തണമെങ്കിൽ ആ നിർദ്ദേശം സ്കൂൾ അധികൃതർക്ക് ഈ കുടുംബത്തിന് നൽകാം. അല്ലാതെ നാളെ മുതൽ കുട്ടിക്ക് ഹിജാബ് ധരിച്ച് തന്നെ സ്കൂളിലെത്താനുള്ള അനുവാദവും നൽകണം എന്നുള്ള നിർദ്ദേശം വിദ്യാഭ്യാസ മന്ത്രി നൽകിക്കഴിഞ്ഞു. ഉമേഷ്, ഇതിലിപ്പോൾ അല്പസമയം മുൻപ് കുട്ടിയുടെ പിതാവിന്റെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിന്റെ ഏത് നിയമവും അനുസരിച്ച് പെരുമാറാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനിടെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇത് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തൊക്കെ വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്? വിഷയം വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ അത്തരത്തിലൊരു നടപടി കേരളത്തിൽ അംഗീകരിക്കില്ല. കേരളത്തിൽ അത് എയ്ഡഡ് സ്കൂളാണെങ്കിലും അൺഎയ്ഡഡ് സ്കൂളാണെങ്കിലും അവയെല്ലാം വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് കീഴിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളുടെ കീഴിൽ മാത്രമേ ഒരു സ്കൂളുകൾ പ്രവർത്തിക്കാനാകൂ. ഏതെങ്കിലും രീതിയിൽ കുട്ടികൾക്ക് വസ്ത്ര സ്വാതന്ത്ര്യം, ഈ മതപരമായ സ്വാതന്ത്ര്യം നൽകുന്നത് പോലെ തന്നെ വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് മതപരമായ വിശ്വാസങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം സ്കൂളുകൾ നൽകണം. അതിലേതെങ്കിലും ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്തായാലും ആ നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് പോവുകയാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് തേടിയ ശേഷമാണ് തുടർ നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നാളെ 11 മണിക്ക് മുൻപ് സ്കൂൾ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തുടർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് സർക്കാരിനെ അറിയിക്കണം, വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കണം. ആ അറിയിക്കുന്നത് തൃപ്തികരമല്ല എങ്കിൽ തുടർ നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തായാലും നാളെ മുതൽ കുട്ടിക്ക് ശിരോവസ്ത്രം ധരിച്ച് ഹിജാബ് ധരിച്ച് തന്നെ സ്കൂളിലെത്താം. അതിനുശേഷം ഏതെങ്കിലും രീതിയിൽ കളറിന് മാറ്റം വരുത്തണമെങ്കിൽ അത് യൂണിഫോമിന് അനുസൃതമായ കളർ വേണമെങ്കിൽ സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശിക്കാം. അങ്ങനെ നിർദ്ദേശിച്ചാൽ അതിന് സാവകാശവും നൽകണം. ആ സാവകാശം നൽകുന്നതിനൊപ്പം കുട്ടികൾക്ക് നാളെ മുതൽ തന്നെ ഹിജാബ് ധരിച്ച് സ്കൂളിൽ എത്തുകയും ചെയ്യാം. അതിൽ കുട്ടിക്ക് ക്ലാസ്സിലിരുന്ന് പഠിക്കുകയും ചെയ്യാം. അതിന് ഏതെങ്കിലും രീതിയിൽ വിലംഘനം അല്ലെങ്കിൽ തടസ്സം സ്കൂൾ അധികൃതർ നിന്ന് കഴിഞ്ഞാൽ അതിന് ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനിയെ വിലക്കിയ സംഭവത്തിലാണ് സ്കൂളിന് വീഴ്ച പറ്റിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. വിദ്യാർത്ഥിനിക്ക് ഹിജാബ് ധരിച്ച് തന്നെ തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണമെന്നും ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കണ്ണൂർ നിടിയേങ്ങ കക്കണ്ണംപാറയിൽ ഇടിമിന്നലേറ്റ് 2 അതിഥി തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. ചെങ്കൽ തൊഴിലാളികളായ അസം സ്വദേശി ജോസ് നസ്രി, ഒഡീഷ സ്വദേശി രാജേഷ് എന്നിവരാണ് മരിച്ചത്. ചെങ്കൽ ക്വാറിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഇവർക്ക് മിന്നലേറ്റത്. ഒഡീഷ സ്വദേശി ഗൗതമിന് പരിക്കേറ്റു. മലപ്പുറം കൊണ്ടോട്ടിയിലും 2 പേർക്ക് മിന്നലേറ്റു. കെട്ടിട നിർമ്മാണ തൊഴിലാളികളായ സിറാജുദ്ദീൻ, അബ്ദുൾ റഖീഫ് എന്നിവർക്കാണ് മിന്നലേറ്റത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കോട്ടയത്തും കൊച്ചിയിലും ഇപ്പോൾ ശക്തമായ മഴയാണ് പെയ്യുന്നത്.
തിരുവനന്തപുരം പൊഴിയൂരിൽ പശ്ചിമബംഗാൾ സ്വദേശികളായ വിനോദസഞ്ചാരികൾക്ക് നേരെ ബിയർ കുപ്പി കൊണ്ട് ആക്രമണം. 3 വയസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റു. വൈകിട്ട് കുടുംബം ബോട്ടിംഗ് നടത്തുന്നതിനിടെ കരയിൽ നിന്ന് യുവാവ് ബിയർ കുപ്പി എറിയുകയായിരുന്നു. അക്രമം നടത്തിയ വെട്ടുകാട് സ്വദേശി സനോജിനെ ബോട്ട് ജീവനക്കാർ കീഴ്പ്പെടുത്തി. മനീഷ് മഹിമാൽ തിരുവനന്തപുരത്തുനിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. മനീഷ്, വിനോദസഞ്ചാരികൾക്ക് നേരെയുള്ള ഈ ആക്രമണം അത് തീർത്തും നിർഭാഗ്യകരമാണ്. ഈ കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? ഒപ്പം തന്നെ ഈ പ്രതിയെ പോലീസിന് കൈമാറിയിട്ടുണ്ടോ? പ്രവിത, ഇന്ന് വൈകിട്ട് 3:30 ഈ സംഭവം. ഈ അപകടത്തിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയെ 3 വയസ്സുകാരിയെ നെയ്യാറ്റിൻകര ആശുപത്രിയിലുണ്ട്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ നിലവിൽ അപകടനില തരണം ചെയ്തു എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഈ സംഭവം ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഇവർ ഇവിടെ എത്തിയിട്ട് 7 അംഗ സംഘം അവർ പശ്ചിമ ബംഗാളിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയിട്ട് ഏകദേശം ഒരാഴ്ചയോളമായി. അങ്ങനെ ഇവർ ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. അങ്ങനെ പൊഴിയൂരിലെത്തി അവിടെ ഒരു ജലാശയത്തിൽ ബോട്ടിംഗ് നടത്തുന്നതിനിടയിൽ അമ്മയുടെ കയ്യിലിരിക്കുകയായിരുന്നു ഈ 3 വയസ്സുകാരി. അങ്ങനെ 3 വയസ്സുകാരിയുടെ ദേഹത്തേക്ക് അവിടെ കരയിൽ നിന്ന ഒരാൾ ബിയർ കുപ്പി വലിച്ചെറിയുകയായിരുന്നു. അയാൾ മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് പറയുന്നു. അങ്ങനെ ബോട്ടിലുള്ള ആളുകളും ഒപ്പം തന്നെ സമീപത്തുള്ള ആളുകളും ചേർന്ന് ഇയാളെ പിടികൂടി. ഇയാൾ വെട്ടുകാട് സ്വദേശി സനോജാണ്. ഇയാളെ നാട്ടുകാർ പിടികൂടി. ഇയാൾ അമിതമായി മദ്യലഹരിയിലായിരുന്നു. എന്താണ് ഈ കുപ്പി വലിച്ചെറിയാൻ ഉണ്ടായ കാരണം എന്നെ സംബന്ധിച്ച് നിലവിൽ അന്വേഷിക്കുന്നുള്ളൂ. ഇയാളെ പൊഴിയൂർ പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ്. ഈ രീതിയിൽ കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് എറിയാനുള്ള കാരണം എന്താ? അങ്ങനെ കുഞ്ഞിൻ്റെ തലയിൽ ഈ തലയിൽ വീണാണ് ഈ കുപ്പി ബിയർ കുപ്പി പൊട്ടിയത്. അങ്ങനെ ഈ കുഞ്ഞിനെ അപ്പോൾ തന്നെ നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്താണ് ഈ കാരണമെന്നുള്ള കാര്യത്തിലേക്ക് തന്നെ പോലീസ് നിലവിൽ അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ. എന്താണ് ഇയാളെ കീഴ്പ്പെടുത്താൻ തന്നെ നന്നായി പാടുപെട്ടു. കാരണം ഇയാൾ ഈ കരയിൽ നിന്ന് ബിയർ കുപ്പി എറിഞ്ഞ ശേഷം വീണ്ടും അക്രമാസക്തനായി അവിടെ നിന്ന് ആളുകളെ പലരെയും മർദ്ദിക്കാനൊക്കെ തന്നെ ശ്രമിച്ചിരുന്നു. അങ്ങനെ ആളുകൾ കുറേ പേർ ഇടപെട്ടുകൊണ്ടാണ് ഇയാളെ അവിടെ പിടിച്ച് കെട്ടിവെച്ചത്. ഒപ്പം തന്നെ പിന്നീട് പോലീസ് എത്തിയാണ് ഇയാളെ കൈമാറിയിട്ടുള്ളത്. അതായത് കുഞ്ഞിൻ്റെ നില, ആരോഗ്യനില, അപകട നില തരണം ചെയ്തു എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. നിർഭാഗ്യകരമായ സംഭവമാണ്. തിരുവനന്തപുരം പൊഴിയൂരിലാണ് പശ്ചിമബംഗാൾ സ്വദേശികളായ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണമുണ്ടായത്. ബിയർ കുപ്പി എറിയുകയായിരുന്നു. 3 വയസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റു. കുടുംബം ബോട്ടിംഗ് നടത്തുന്നതിനിടെയാണ് കരയിൽ നിന്ന് യുവാവ് കുപ്പി എറിഞ്ഞത്. സ്വകാര്യ ബസ്സുകളിലെ എയർ ഹോൺ പരിശോധനയിൽ സംസ്ഥാന വ്യാപകമായി പിടിച്ചത് 390 ബസ്സുകൾ. 2 ദിവസത്തെ പരിശോധനയിൽ 5 ലക്ഷം രൂപ പിഴ ചുമത്തി. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഉമേഷ്, പെട്ടെന്നുണ്ടായ ഒരു പരിശോധനയാണ്. എന്തായാലും ഈ എയർ ഹോൺ പരിശോധനയിൽ 390 ബസ്സുകൾ പിടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ത് നടപടി ഇവർക്ക് ചുമത്തിയിട്ടുണ്ട്? ഈ പിഴയിൽ മാത്രമാണോ ഒതുക്കുക? പ്രവിധ, പിഴയിൽ മാത്രമല്ല, എന്തായാലും പിഴ ചുമത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അനുകൂലമായ ഘടകമാണ്. ഇന്നലെ മുതലാണ് ഈ പരിശോധന സംസ്ഥാന വ്യാപകമായി ആരംഭിച്ചത്. ഇന്നും ഇതേ രീതിയിൽ പരിശോധന തുടർന്നു. ഇന്ന് 2 ദിവസത്തെ കണക്കാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. അത് ഇപ്രകാരമാണ്: സംസ്ഥാന വ്യാപകമായി 390 ബസ്സുകളിൽ എയർ ഹോൺ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ഒരു ഞെട്ടിക്കുന്ന കണക്കാണ്. 390 ബസ്സുകൾക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ എറണാകുളം റീജിയനിലാണ്. എറണാകുളം റീജിയനിൽ 122 ബസ്സുകൾക്കാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. കൂടാതെ തിരുവനന്തപുരം മേഖലയിൽ 77 ബസ്സുകൾക്ക് പിഴ ചുമത്തി. 1,82,750 രൂപയാണ് തിരുവനന്തപുരം മേഖലയിൽ 77 ബസ്സുകളിൽ നിന്ന് ഈടാക്കുന്നത്. തൃശൂർ മേഖലയിൽ 113 ബസ്സുകൾക്ക് പിഴ ചുമത്തി. 1,67,250 രൂപ തൃശൂർ മേഖലയിലെ ബസ്സുകളിൽ നിന്ന് ഈടാക്കി. കോഴിക്കോട് മേഖലയിൽ 78 ബസ്സുകൾക്കാണ് എയർ ഹോൺ ഉണ്ടായിരുന്നത്. ഈ 78 ബസ്സുകളിലായി 1,46,000 രൂപയാണ് പിഴയായി ചുമത്തിയത്. ഇത്തരത്തിൽ 390 ബസ്സുകളിലായി 5,18,000 രൂപ പിഴയായി ചുമത്തിയിരിക്കുന്നു. ഇനി പിടിച്ചെടുത്ത എയർ ഹോണുകൾ അത് സാധാരണഗതിയിൽ പിടിച്ചെടുത്ത് പിഴ ചുമത്തി വിടാറാണ് പതിവ്. പക്ഷേ മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് ഇനി മുതൽ ആ എയർ ഹോണുകൾ കൊടുത്തേക്കില്ല. ആ എയർ ഹോണുകൾ പരസ്യമായി തന്നെ റോളർ കയറ്റി അത് പൂർണ്ണമായി നശിപ്പിക്കും. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഇന്നലെയാണ് ഇത്തരമൊരു നിർദ്ദേശം. അത് സർക്കുലർ വഴി ആയിരുന്നില്ല. സാധാരണ ഏതെങ്കിലും രീതിയിലുള്ള നിർദ്ദേശങ്ങൾ, അത് പ്രത്യേകിച്ച് റെയ്ഡുകളോ പ്രത്യേക ഡ്രൈവുകളോ നടത്തണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന് പ്രത്യേകമായി ഉത്തരവുകളോ സർക്കുലറോ ഇറക്കാറുണ്ട്. പക്ഷേ അവധി ദിവസമായതിനാൽ ഉന്നത ഉദ്യോഗസ്ഥർ, അതാത് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് സർക്കുലർ പകരം മെസ്സേജ് ആയിട്ടാണ് ഇത്തരം നിർദ്ദേശം നൽകിയത്. ഈ രീതിയിൽ ഓരോ ദിവസവും കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യണം, മാധ്യമങ്ങൾക്ക് കണക്കുകൾ നൽകണം. ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന എയർ ഹോണുകൾ അത് പൂർണ്ണമായി നശിപ്പിക്കുന്നത്, അതും റോളറുകൾ കയറ്റി നശിപ്പിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കുകയും വേണം. എന്തായാലും വരും ദിവസങ്ങളിൽ അതായത് 19-ാം തീയതി വരെയാണ് ഈ പരിശോധന തുടരുന്നത്. 19-ാം തീയതി നമുക്ക് ദൃശ്യങ്ങൾ സഹിതം പ്രേക്ഷകർക്ക് കാണിക്കാനും കഴിയും. പ്രഭിത, നിർണായകമായ ഇടപെടലാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എയർ ഹോൺ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു പരിശോധന നടത്തിയത്. വിവരങ്ങളാണ് ഉമേഷ് ബാലകൃഷ്ണൻ നൽകിയത്. ശബരിമല സ്വർണ്ണക്കളിയിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ദേവസ്വം അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് സസ്പെൻഷൻ. വിരമിച്ച ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രത്യേക സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി വിവരങ്ങൾ തേടി. സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ നടപടികളിൽ അടിമുടി ദുരൂഹതയാണ്.
പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. സ്വർണം പൊതിഞ്ഞ ചെമ്പ് തകിടുകളാണ് ദ്വാരപാലക ശില്പങ്ങളിലെന്ന് അറിഞ്ഞിട്ടും ചെമ്പ് തകിടുകൾ എന്നെഴുതിയ മഹസറിൽ സാക്ഷിയായി ഒപ്പിട്ടത് സുനിൽകുമാറാണ്. പ്രതിപ്പട്ടികയിൽ പേരുള്ള വിരമിച്ച ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടാനും ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനമായി. 6 ആഴ്ച ഒന്ന് ക്ഷമിക്കുവാൻ തയ്യാറാകണം. അതല്ല, കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ വിശ്വാസമില്ലെങ്കിൽ അത് രേഖപ്പെടുത്തുവാൻ തയ്യാറാകണം. സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ആസ്ഥാനത്തെത്തി വിവരങ്ങൾ തേടി. അതേസമയം 2019 ഓഗസ്റ്റ് 29 സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച ഡ്യൂപ്ലിക്കേറ്റ് പാളിയെക്കുറിച്ചോ പിന്നീട് നടന്ന പ്രവൃത്തികളെക്കുറിച്ചോ കൃത്യമായ രേഖകൾ ഇല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലെന്ന് സംശയിക്കുന്ന മന്ത്ര എന്ന സ്ഥാപനത്തിന് ഹൈദരാബാദിലും ശാഖയുള്ളതിനാൽ അവിടെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ ദേവന് നേദിക്കുന്നതിന് മുൻപ് മന്ത്രിക്ക് നൽകിയത് ആചാരലംഘനമെന്ന് തന്ത്രി. ആചാരലംഘനം നടന്നുവെന്ന് കാട്ടി ദേവസ്വം ബോർഡിന് തന്ത്രി കത്ത് നൽകി. പരിഹാരക്രിയ ചെയ്യണമെന്നാണ് നിർദ്ദേശം. ആറന്മുളയിലെ അഷ്ടമിരോഹിണി വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രിമാരായ വി.എൻ. വാസവൻ, പി. പ്രസാദ് എന്നിവർക്കാണ് ദേവന് നേദിക്കുന്നതിന് മുമ്പ് വള്ളസദ്യ വിളമ്പിയത്. സംഭവത്തിൽ പ്രാദേശിക തലത്തിൽ പ്രതിഷേധം വ്യാപകമായിരുന്നു. പിന്നാലെയാണ് ആചാരലംഘനം ചൂണ്ടിക്കാട്ടി തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയത്. ആചാരലംഘനം ഉണ്ടായി എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ കത്ത് നൽകിയത്. ആ കത്ത് ഞാൻ AC-ക്കാണ് കൊടുത്തത്. കോപ്പി 2-3 മറ്റ് ബന്ധപ്പെട്ട ആൾക്കാർക്കേ കൊടുത്തിട്ടുള്ളൂ. ആചാരലംഘനത്തിൽ പരിഹാരക്രിയ ചെയ്യണമെന്ന് തന്ത്രിയുടെ കത്തിൽ പറയുന്നു. അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ നടത്തിപ്പുകാരായ പള്ളിയോട സേവാ സംഘത്തിലെ മുഴുവൻ പേരും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ഭരണ ചുമതലയുള്ള ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഉൾപ്പെടെ ദേവന് മുന്നിൽ ഉരുളിവെച്ച് എണ്ണപ്പണം സമർപ്പിക്കണം. ഇത് പരസ്യമായി ചെയ്യണമെന്നാണ് നിർദ്ദേശം. ഇതിനു പുറമെ 11 പറ അരിയുടെ സദ്യ വയ്ക്കണമെന്നും തിടപ്പള്ളിയിൽ 1 പറ അരിയുടെ നേദ്യവും 4 കറിയും ഉണ്ടാക്കണം. സദ്യ ദേവന് സമർപ്പിച്ച ശേഷം എല്ലാവർക്കും വിളമ്പണം. ഇനി ഇത്തരം ഒരു അബദ്ധം ഉണ്ടാവില്ലെന്നും വരും കാലങ്ങളിൽ വിധിപരമായി സദ്യ നടത്തിക്കൊള്ളാമെന്നും സത്യം ചെയ്യണമെന്നും തന്ത്രിയുടെ നിർദ്ദേശത്തിൽ പറയുന്നു. 24 പത്തനംതിട്ട. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില 3 തവണ മാറി. രാവിലെ പവന് 2400 കൂടിയത് ഉച്ചയായപ്പോഴേക്കും 1200 രൂപ കുറഞ്ഞു. തുടർന്ന് മണിക്കൂറുകൾക്കകം 960 രൂപ കൂടി പവന് 94,360 രൂപ എന്ന റെക്കോർഡ് നിരക്കിൽ നിന്ന് 93,160 രൂപ എന്ന നിരക്കിലേക്കാണ് വിലയിടിഞ്ഞത്. ഒരു മണിക്കൂറിൽ വീണ്ടും 960 രൂപ ഉയർന്ന് 94,120 എന്ന നിരക്കിലെത്തി നിൽക്കുകയാണ് നിരക്ക്. രാജ്യാന്തര വിലയിലുണ്ടായ വ്യതിയാനമാണ് വിലയിലെ ചാഞ്ചാട്ടത്തിന് കാരണം. ദീർഘകാലത്തേക്ക് വിലയുയർന്നത് തുടരും എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ മാസം ഇതുവരെ പവന് 7,360 രൂപ കൂടിയിരുന്നു. വിപണിയിൽ 5% തിരുത്തലിന് സാധ്യതയുണ്ട് എന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. 2026 അവസാനത്തോടെ രാജ്യാന്തര വില ഔൺസിന് $5,000 കടക്കുമെന്ന് ഫ്രഞ്ച് ബാങ്കായ സൊസൈറ്റി ഷെനാറൽ പ്രവചിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനത്തിൽ സംഘടനയ്ക്കുള്ളിൽ പൊട്ടിത്തെറി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന അബിൻ വർക്കിയും KM അഭിജിത്തും അതൃപ്തി പരസ്യമാക്കി. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അബിൻ വർക്കിക്ക് മറുപടിയുമായി എത്തി. ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിലവിൽ നേതൃത്വം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ ഉത്തരവാദിത്തത്തിൽ 100% നീതി പുലർത്തി പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അല്ല, ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് പാർട്ടി വേദിയിൽ പറയാം. തൽക്കാലം പുറത്ത് പറഞ്ഞ് അതിനെ മറ്റൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പറയാനുള്ള കാര്യങ്ങൾ നേതൃത്വത്തോട് പറയാം. കടുപ്പമേറിയ വാക്കുകളില്ലെങ്കിലും അബിൻ വർക്കിയുടെയും KM അഭിജിത്തിന്റെയും വാക്കുകളിൽ അതൃപ്തി പ്രകടം. കേരളത്തിൽ പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് വ്യക്തമാക്കി ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന സൂചനയാണ് അബിന്റേത്. പാർട്ടി പ്രവർത്തനത്തിന്റെ പേരിൽ വന്ന കേസുകളും ചൂണ്ടിക്കാട്ടി വൈകാരിക പ്രതികരണം. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച ശേഷമായിരുന്നു KM അഭിജിത്തിന്റെ പ്രതികരണം. അബിൻ വർക്കിക്ക് മറുപടിയുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും. കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ, അതിനെന്താ കുഴപ്പം? കേരളത്തിൽ നിൽക്കട്ടെ. ഇപ്പൊ KC വേണുപോലെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലൊട്ടാകെയുണ്ട്. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളല്ല. അതൊന്നും ഞാൻ അല്ലല്ല അതിനൊന്നും മറുപടി പറയേണ്ട ആളല്ല ഞാൻ. 250 കേസുള്ള ആളെ ഞാൻ കാണിച്ചു തരാം. 250 കേസുള്ള യൂത്ത് കോൺഗ്രസ് വലിയ നേതാവൊന്നുമല്ല, പ്രവർത്തനം ഞാൻ കാണിച്ചു തരാം. തർക്കമുണ്ടെങ്കിൽ പരിഹരിക്കേണ്ടത് പാർട്ടി എന്നാണ് പുതിയ അധ്യക്ഷൻ OJ ജനീഷിന്റെ പ്രതികരണം.
തീരുമാനം പുനഃപരിശോധിക്കില്ലെന്നും അബിന്റെ പരാതി ലഭിച്ചില്ലെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബ് വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ഇപ്പോൾ നിഖിൽ പ്രമേശ്വര വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12 വയസ്സുകാരൻ നേരെ ലൈംഗികാതിക്രമം, 62കാരൻ പിടിയിലായി എന്നുള്ളതാണ്. താമരശ്ശേരി കട്ടിപ്പാറയിൽ 12 വയസ്സുകാരനായ വിദ്യാർത്ഥിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. താമരശ്ശേരി പോലീസ് ഈ 62കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. മറ്റൊന്ന്, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം CPI-ML നടത്തിയെന്നുള്ളതാണ്. 18 സ്ഥാനാർത്ഥികളാണുള്ളത്. മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം വൈകുന്നതിന് പിന്നാലെയാണ് സ്ഥാനാർത്ഥി പട്ടിക ആദ്യം പിൻവലിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം വരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ നല്ല ടീമിനെയാണ് പ്രഖ്യാപിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ. റീൽസിന് മുൻപിൽ ഇല്ലെങ്കിലും റിയലായി പ്രവർത്തിക്കുന്ന ആളാണ് OJ ജനീഷ്. അബിൻ വർക്കി മികച്ച നേതാവാണ്. കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കണമെന്നത് മലയാളി നേതാക്കളുടെ ആഗ്രഹമാണ്. അതാണ് അബിൻ പ്രകടിപ്പിച്ചതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോൾ ലീഡർഷിപ്പിനെ പ്രഖ്യാപിച്ചപ്പോൾ വളരെ നല്ല ഒരു തീരുമാനമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഒരു നല്ലൊരു ടീമാണ് യൂത്ത് കോൺഗ്രസ് വന്നിരിക്കുന്നത്. നിങ്ങളാരും അദ്ദേഹത്തെ മറ്റേ റീൽസിലോ അല്ലെങ്കിൽ മറ്റേ ഇതിലോ കണ്ടിട്ടൊന്നും വരില്ല. പക്ഷേ തൃശ്ശൂർ ജില്ലയുടെ ജില്ലാ അധ്യക്ഷനായിട്ടിരുന്ന് അതിൻ്റെ ബാക്ക് ബോണായി നിന്ന ആളാണ്. എല്ലാവരും ഒരുപക്ഷെ നിങ്ങൾ കാണുന്ന പോലെ ഇന്ന് മീഡിയയുടെ മുമ്പിലോ എല്ലാവരും റീൽസിൻ്റെ മുമ്പിലോ ഉണ്ടായിക്കൊള്ളുന്നില്ല. അദ്ദേഹത്തിന് കൂടുതലായി കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതൊരു തെറ്റല്ല. അത് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള വികാരം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് CPI-ML പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടിക പിൻവലിച്ചു. 18 പേരുടെ പട്ടിക പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് പിൻവലിച്ചത്. ഹിന്ദുസ്ഥാൻ അവാം മോർച്ച 6 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനീത, എന്തുകൊണ്ടാണ് ഈ പട്ടിക പിൻവലിച്ചത്? പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ 18 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് CPI-ML പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പട്ടിക പ്രഖ്യാപിച്ച് ഏതാണ്ട് മണിക്കൂറുകൾക്ക് പിന്നാലെ തന്നെ ആ സ്ഥാനാർത്ഥികളുടെ പട്ടിക പിൻവലിക്കുകയാണ് ഉണ്ടായത്. ഈ മഹാസഖ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചർച്ചകൾ നിലനിൽക്കുകയാണ്. സീറ്റ് വിഭജനം സംബന്ധിച്ച ധാരണയിലേക്കായി എന്ന് പറയുമ്പോഴും ഈ സീറ്റ് ധാരണയിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥിരീകരണങ്ങളോ ഉണ്ടായിട്ടില്ല. നേരത്തെ തന്നെ CPI-ML 40 സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്നാണ് ജനറൽ സെക്രട്ടറി ഇന്ന് രാവിലെ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലൊരു 25 സീറ്റെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും CPI-ML വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ചർച്ചകൾ നീണ്ടുപോകുന്ന ഒരു പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും തൊട്ട് പിന്നാലെ തന്നെ ആ പട്ടിക പിന്നീട് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും മഹാസഖ്യം ഒരുപക്ഷെ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ധാരണ അതൊരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയതിനു ശേഷമായിരിക്കും ഇനിയൊരു പക്ഷേ ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാമെന്നൊരു നിലപാടിലേക്ക് അവർ കടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.